നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സെയിം ട്രാപ്പാണ്. നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയൊരു കഥയാണിത്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേർഡ്സ് നിങ്ങളുടെ തന്നെയാണ്. മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറയുന്നത്. He had a massive heart attack. Okay. I am a big fan of this concept. It's not about you. Yes. About them. The 4 agreements. ശ്യാം. യെസ്. പുതിയ ദിവസം പുതിയ ബുക്ക് എന്ന് പറയുന്നത് എനിക്കൊന്നു ഇന്നത്തെ ബുക്ക് ഒരു ചെറിയ ബുക്കാണ്, പക്ഷേ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് എനിക്ക് തോന്നുന്നു. സാധാരണ ഡിസ്കസ് ചെയ്യാറുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഒരു കൺസൈസ് ആയിട്ടുള്ള ലൈഫിനെ എങ്ങനെ നമുക്ക് ഈസി ആക്കാം, എങ്ങനെ കുറച്ചുകൂടെ ഭംഗിയാക്കി തീർക്കാമെന്ന് പറയുന്നൊരു ബുക്കാണ് ഇന്നത്തെ ബുക്ക്. ബുക്കിൻ്റെ പേരാണ് ദ 4 Agreements. കേട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു എന്താ പറയുക ഒരു സുഖമില്ലാത്തൊരു പേരാണല്ലോ. 4 എഗ്രിമെൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടിമുറിച്ച് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ ബുക്കല്ല, ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇത് പറയുന്നത്. ഒരു ഡോക്ടറിൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. ഓഥറിൻ്റെ പേരാണ് ഡോൺ മിഗുൽ റൂയസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെ കഥയാണ് ഇത് പറയുന്നത്. പുള്ളിയുടെ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്ന് ഉടലെടുത്തൊരു ബുക്കാണ് ഇത്. സത്യം പറയല്ലേ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഭയങ്കര ഒരു സുഖമുള്ളൊരു അനുഭവം. പറയുന്നത് ലൈഫ് ലെസൺസും അല്ലെങ്കിൽ നോൺ ഫിക്ഷണൽ ബുക്കാണെങ്കിൽ പോലും നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയൊരു കഥയാണിത് എന്ന് തോന്നുന്നു. സോ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ബുക്കിലേക്ക് ശ്യാം എത്തിച്ചേർന്നത്? what was that thing that made you think that this book is good? 4 Agreements എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിലെ I would start with maybe the author. He was a surgeon. ഒരു വെരി റിലീജിയസ് ആയിട്ടുള്ള വെരി കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ വളർന്നു വന്ന ഒരാളാണ്. ഐ തിങ്ക് ഹി ഹാഡ് ടു ഫൈറ്റ് എ ലോട്ട് ടു ബി എ സർജൻ. അങ്ങനെ ഒരു നല്ലൊരു ജോലിയിലേക്ക് എത്താനായിട്ട് ഒത്തിരി ആ ഒരു സൊസൈറ്റീനെ ഫൈറ്റ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളോട്, ഫാമിലിയോട്, ഒരു എനിത്തിങ് അതർ ദാൻ ഹിം ഹി കോൾ ആസ് അതേഴ്സ്, മറ്റുള്ള ആളുകൾ. അതിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ സർജൻ ആവണം. അങ്ങനെ ഒരു റോളിലേക്ക് എത്തിയൊരു സമയം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഐ തിങ്ക് ഇദ്ദേഹത്തിന് ഹി ഹാഡ് എ മാസീവ് ഹാർട്ട് അറ്റാക്ക്. ആ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വലിയൊരു ഇവന്റ്സ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി റിഫ്ലക്ട്, അല്ലെങ്കിൽ നമ്മൾ വി ലുക്ക് ബാക്ക്, നമ്മൾ തിരിഞ്ഞു നോക്കും. ഓക്കെ, ഇങ്ങനെയായി, ഇനി നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുന്നിലുള്ളൂ എന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കും നമ്മളുടെ ലൈഫ് എത്രത്തോളം നമ്മളുടെ കയ്യിലില്ല എന്നുള്ളത്. അവിടെ നിന്നായിരിക്കാം എനിക്ക് തോന്നുന്നു ഒത്തിരി ഓതേഴ്സ് ലൈഫിലെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ബുക്സ് എല്ലാം വന്നിട്ടുള്ളത്. അതാണ് ഇപ്പം നമ്മളും ഒത്തിരി ബുക്കുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പോൾ കലാനിധിയൊക്കെ എഴുതിയിട്ടുള്ള ആ ബുക്കിനൊക്കെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ അവർ ലൈഫ് ഹാർഡ് ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് എഴുതിയത് ബുക്കാണ്. അപ്പോൾ ഐ തിങ്ക് വി ഹാവ് ടു ഗീവ് സം റെസ്പെക്ട്. ഐ ഓൾവേസ് ഗീവ് റെസ്പെക്ട് ആൻഡ് വാല്യൂ അത്തരം ഏരിയയിലുള്ള ആളുകൾ. കാരണം നമ്മൾ ലൈഫിന് ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലേ ലൈഫിൽ എന്തോ ആയിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. ഒരു റാൻഡം ഫിലോസഫി അല്ല പറയുന്നത്, അല്ല, വാട്ട് റിയലൈസ് ചെയ്ത അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ബുക്കിന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര രസമായിട്ട് തോന്നാൻ കാരണം പുള്ളിയുടെ സ്റ്റോറിയിലൂടെ പുള്ളി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു കോച്ച് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി, മൈ പേഴ്സണൽ കോച്ച് ഒരു നെക്സ്റ്റ് 5 ഇയറിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാതെ ഒത്തിരി ആളുകൾ. ഇഫ് ദർ ഇസ് എൻ എൻഡ് ഡേറ്റ് ടു യുവർ ലൈഫ്, നമ്മൾ ഇങ്ങനെ ജീവിക്കണ പോലെ തന്നെ ജീവിക്കുമോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം എനിക്കൊരു സെൽഫ് റിഫ്ലക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ഞാനൊരു വിൽപത്രം എഴുതണത് തൊട്ട് തന്നെ എൻ്റെ ചിന്ത മാറി തുടങ്ങിയായിരുന്നു. അപ്പോൾ ദർ ഈസ് എ ലൈഫ് ആഫ്റ്റർ സംതിങ് ഹാപ്പൻ, ആൻ ഇവൻറ്റ്, ഒരു നെഗറ്റീവ് ഇവൻറ്റ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുമ്പോഴേ നമുക്ക് കുറേ ക്ലാരിറ്റി വരും. അങ്ങനെ വന്നിട്ടുള്ള ക്ലാരിറ്റികളാണ് ബേസിക്കലി ഈ ബുക്കിലുള്ളത്. അതെ, എനിക്കൊന്ന് അൺസർട്ടനിറ്റി മാറിയിട്ട് സെർട്ടനിറ്റി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണ്. ഇപ്പം ലൈഫ് തീരുമെന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും, ഫിലോസഫിക്കലായിട്ട് നമ്മൾ പറയുമെങ്കിൽ പോലും അത് റിയാലിറ്റി ആണെന്ന് മനസ്സിലാവുന്നത് either when you get an end date or when you meet with that end some point of time life ആണ്. പക്ഷേ അത്തരം ആളുകളുടെ കിട്ടുന്ന മെസ്സേജിന് വാല്യൂ ഉണ്ട്. ഐ തിങ്ക് ദർ ഇസ് അവരാണ് ഏറ്റവും നല്ല മെസ്സേജസ് തരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വന്നൊരു ബുക്കാണ്. അപ്പോൾ ഐ തിങ്ക് ഹി മേക്സ് സെൻസ്, ലോട്ട് ഓഫ് സെൻസ്. കാരണം നമ്മളുടെ ലൈഫിലെ നമ്മൾ ക്യാരി ചെയ്യണ കുറേ പ്രശ്നങ്ങളുടെ ഉത്തരവാദി നീയല്ല, പക്ഷെ സമൺ എൽസ് ആണ്, സൊസൈറ്റിയാണ്, നമ്മളുടെ ചുറ്റുപാടുകളാണ്, അല്ലെങ്കിൽ നമ്മളറിയാണ്ട് നമ്മളുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് നിങ്ങളെ
വളരെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണിത്. അപ്പോൾ ഒരു അൺകോൺഷ്യസ് എഗ്രിമെന്റ് ദാറ്റ് യു മേക്ക് വിത്ത് ആൻ അൺനോൺ പീപ്പിൾ. നമ്മൾ എനിക്കൊന്ന് ഐഡന്റിറ്റി തിയറിയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈസ് ഇറ്റ് സംതിങ് യു ലേൺഡ് ഓർ ഈസ് ഇറ്റ് സംതിങ് യു ഹാവ് ലൈക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണോ അതോ നിങ്ങൾ തന്നെ തീരുമാനിച്ചെടുത്ത ഒരു ചേഞ്ച് ആണോ, ഒരു ബിഹേവിയർ ആണോ ലൈഫിൽ നിന്ന് തിരിഞ്ഞു നോക്കാൻ പറയുന്നത്? എനിക്ക് തോന്നുന്നു അൺകോൺഷ്യസ് എഗ്രിമെൻറ്റും അത് തന്നെയാണെന്ന് തോന്നുന്നില്ലേ. നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചില കാര്യങ്ങൾ. ഇപ്പം നീ ഇങ്ങനെ ആയിരിക്കണം, സൊസൈറ്റി പ്രതീക്ഷിക്കുന്നത് ഇതാണ്, സോ നീ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എനിക്കൊരു സർജൻ, ഒരു ഡോക്ടറിൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധിവരെ അങ്ങനെയാണ്. നമ്മൾ യു ഹാവ് ടു ഗെറ്റ് ടു എ കൺസൾട്ടൻറ്റ്, യു ഹാവ് ടു ഡു ദിസ്, യു ഹാവ് ടു ഡു ദാറ്റ് എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു പരിധിവരെ. എനിക്ക് തോന്നുന്നു എല്ലാ പ്രൊഫഷനിലും ഉണ്ട്, ഡോക്ടേഴ്സിന് മാത്രമല്ല എല്ലാ പ്രൊഫഷനും ഉണ്ട്. അപ്പോൾ പുള്ളി അതിൽ കൂടെ ഒരു ഒത്തിരി ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവാം. അതായിരിക്കും അതിൻ്റെ കാരണം. അദ്ദേഹം പറയുന്ന ഒരു 4 എഗ്രിമെന്റ്സ് ഇസ് എൻ എഗ്രിമെന്റ് ദാറ്റ് യു ഹാവ് ടു മേക്ക് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ നിങ്ങളോട് തന്നെ ഈ എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇത്രയും കൂടി ബെറ്റർ ലൈഫ് ഉണ്ടാവാം. ഒരു ഗൈഡ് ടു പേഴ്സണൽ ഫ്രീഡം, അതാണ് ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റി പറയാറുണ്ട്, പല ഫ്രീഡത്തിനെ പറ്റി പറയാറുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതെന്താണെന്നുള്ളത് ഇദ്ദേഹം വേറൊരു ആംഗിളിൽ കൂടെ നമുക്ക് കാണിച്ചു തരണം. നമുക്ക് ഇതിനെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ പറയണേ, ആ അൺകോൺഷ്യസ് എഗ്രിമെന്റ്സിനെ ബ്രേക്ക് ചെയ്ത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള 4 എഗ്രിമെന്റുകൾ പ്ലേസ് ചെയ്യുക. ആ 4 എഗ്രിമെന്റുകൾ കൊണ്ട് നമുക്ക് ലൈഫിൽ കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും, അത് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആക്കാൻ പറ്റും ലൈഫ് എന്ന്. സോ 4 എഗ്രിമെന്റ് തന്നെയാണ് ഇതിന്റെ എന്താ പറയാ നായകന്മാർ. ഡോൺ തിരിച്ചറിഞ്ഞ 4 എഗ്രിമെന്റ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ആദ്യത്തെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ വേർഡ്സ്. അതായത് നിങ്ങളോട് തന്നെ ഉപയോഗിക്കുന്ന ഭാഷ, ലാംഗ്വേജ്, സെൽഫ് ടോക്ക്. അതെ, സെൽഫ് ടോക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഇപ്പോൾ നമുക്ക് മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ അറിയോ ഇന്നത്തെ ജീവിതം തീർന്നു, ദിവസം തീർന്നു. നമ്മൾ പലപ്പോഴും തോന്നുന്നു ആ ഒരു നെഗറ്റീവ് ടോക്സ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ് തോട്ട്. ആ ഒരു തോട്ട് അത് എത്രത്തോളം ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. ഐ തിങ്ക് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ദിസ് കൺസെപ്റ്റ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ഒരു സമയത്തിന് ശേഷം നിങ്ങളോട് ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ വേർഡ്സ് ദാറ്റ് യൂസ് ടു അതേഴ്സ്. നിങ്ങളോട് തന്നെ പറയുന്ന ആ ഒരു ഭാഷയാണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഒരു സിമ്പിൾ എക്സസൈസ്, ഒരു സിമ്പിൾ പ്രാക്ടിക്കൽ തിങ് ആണ്. നമുക്ക് ലൈഫിൽ ഒത്തിരി മാറ്റം വരുത്താൻ പറ്റും. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്തിട്ടുള്ളത് ആരായിരിക്കും? നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളെ ഏറ്റവും കൂടുതൽ വെർബൽ ക്രൂവൽറ്റി കാണിച്ചിട്ടുള്ളത് ആരായിരിക്കും? നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ മിക്ക പ്രശ്നത്തിനും കാരണം നിങ്ങൾ തന്നെയാണെന്നാണ്. കാരണം ദ ലാംഗ്വേജ് ദാറ്റ് യു യൂസ് ടു യുവർ സെൽഫ്, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ. ഇപ്പോൾ ഒരു റിയാലിറ്റിനേക്കാളും ഏറ്റവും പ്രശ്നം, നമ്മൾ ആ ഒരു സ്റ്റോയിക് ബുക്സിലൊക്കെ പറയണ പോലെ റിയാലിറ്റി അല്ല പ്രശ്നക്കാരൻ, ആ റിയാലിറ്റിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണ ഒരു രീതിയുണ്ട്. ആ റിയാലിറ്റിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് തന്നെ പറയണ ഒരു രീതിയുണ്ട്, ഒരു വാക്കുകളുണ്ട്, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഞാൻ വേറെ അടുത്ത് വെച്ചിട്ടുണ്ട്. ജോൺ ന്യൂജന്റെ ഒരു ബുക്കുണ്ട്, ഡോണ്ട് ബിലീവ് എവരിതിങ് തിങ്ക്. വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ട്സ് ആർ ഗുഡ് തിങ്സ്, തിങ്കിങ് ഇസ് ദ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു എനിക്കൊന്ന് അത് തന്നെയാണ് ഇത്. നമ്മൾ മഴക്കാറ് കാണുമ്പോഴത്തേക്ക് ഓക്കെ മഴക്കാറാണ്, മഴ പെയ്തു, ഓക്കെ ഇത് നമ്മൾ ഇച്ചിരി സമയം താമസിക്കായിരിക്കാം, അതിൻ്റെ അപ്പുറത്തോട്ട് ഇന്നത്തെ പണ്ടാറ് ഇന്നത്തെ ദിവസം പോക്കാണെന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേർഡ്സ് നിങ്ങളുടെ തന്നെയാണ്. മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറയില്ലേ, നിങ്ങളോട് ഉപയോഗിക്കുന്ന ഭാഷ, ആ ഒരു ലാംഗ്വേജ്, ആ ഒരു സ്റ്റൈല്, അതിനെ റിവൈവ് ചെയ്യാനാണ് പറയുന്നത്. കറക്റ്റാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ നമ്മളൊരു ട്രാജിക് ഇവൻ്റ് ഒരു സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംതിങ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അയ്യോ ഇനിയിപ്പോൾ പണി പാടില്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബിസിനസ് സ്റ്റക്കായോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഇനിയിപ്പോൾ അത് നമ്മൾ അവിടെ വി ആർ സ്റ്റാർട്ടിംഗ് ടു ക്രിയേറ്റ് ദാറ്റ് സ്റ്റോറി. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും, ഡോക്ടറെ നമ്മൾ വി ആർ ഒരു ഇവന്റിന്റെ അപ്പുറത്തേക്ക് 1-2 സെക്കൻഡ് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോറി. ബേസിക്കലി ഇവന്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, മനസ്സിലായി? അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസിക് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു ലാംഗ്വേജ് ഡ്രിവൺ ആനിമൽ ആണെന്ന് പറയുന്നത്, ബിക്കോസ് യു ഹാവ് ദാറ്റ് ഫ്ലെക്സിബിലിറ്റി വിത്ത് ലാംഗ്വേജ്. അപ്പൊ നിങ്ങളോട് തന്നെ ഉപയോഗിക്കുന്ന ഭാഷയാണ് നിങ്ങളുടെ വണ്ടീനെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ആണല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു സെൽഫ് ടോക്ക് ആണ് എപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഇപ്പൊ ലിജിൻ, ദർ ആർ 2 പീപ്പിൾ ഇൻസൈഡ് യു. ഒന്ന് ലിജിൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലിജിനും, അതേസമയം തന്നെ ചില ആളുകളുടെ 95% ആളുകളുടെ ഇടയ്ക്ക് ലിജിൻ എന്നോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു ലിജിനും ഞാനും തമ്മിലുള്ള കോൺവെർസേഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് തെറ്റായി പോകും, ഞാൻ തെറ്റായി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കേൾക്കണതല്ലേ, അത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും,
ആ സെക്കൻഡ് പേഴ്സൺ ഉണ്ടല്ലോ, ആ സെക്കൻഡ് പേഴ്സൺ മര്യാദക്ക് നിർത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പ്രശ്നങ്ങളെല്ലാം തീരുന്നതാണ്. 100%. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പറയുമ്പോഴത്തേക്കും ദ വേ യു എക്സ്പ്രസ് യുവർ സെൽഫ് ടു അതേഴ്സ്, ലൈക്ക് നമ്മളെടുക്കുന്ന ഒരു മെസ്സേജ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഹാസ് അനദർ ലെവൽ ആസ് വെൽ, വിച്ച് ഈസ് വാട്ട് യു ടോക്ക് ടു യുവർ സെൽഫ്. അതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മളോട് സംസാരിക്കുന്ന ലാംഗ്വേജ് അക്യുറേറ്റ് അല്ലെങ്കിൽ യു ക്യാൻ നെവർ ഇന്ററാക്ട് വിത്ത് ദ പേഴ്സൺ ഔട്ട്സൈഡ്. അതാണ് എനിക്കത് ഇതിന്റെ സെക്കൻഡ് ആ ഒരു ഇതും അതിനോട് ലിങ്ക്ഡ് ആണ് അല്ലേ. ഇപ്പം സെക്കൻഡ് എഗ്രിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ അതാണ്. പക്ഷേ ഡു നോട്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ ഇസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ളവർ പറയുന്നത് പേഴ്സണൽ ആയാലും മറ്റുള്ളവർ കൺവേ ചെയ്യുന്ന മെസ്സേജ് പേഴ്സണലായിട്ട് എടുക്കരുതെന്നാണ് പറയുന്നത്. സോ ഹൗ ക്യാൻ വി നോട്ട് ഡു ദാറ്റ്? അങ്ങനെ പേഴ്സണലായിട്ട് എങ്ങനെ എടുക്കാതിരിക്കാം? ഒരാൾ ലിജിൻ്റെ അടുത്ത് ഒരു കാര്യത്തിന് ഒരു ഒപ്പീനിയൻ പറയാണ്, വെദറിലേക്ക് നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ ലിജിൻ ഒരു വീഡിയോ ഇട്ടു, ഒരു റീൽ ഇട്ടു, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ, ഇതിൻ്റെ ഇടയിൽ ഒരാൾ കമൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. വെരി നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ ഐ തിങ്ക് ഇപ്പോൾ അയാളുടെ ആ ഒരു കമൻറ്റ് അവിടെ കിടക്കണത് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമില്ല. പക്ഷെ അവിടെ നമ്മളൊരു യു ടേക്ക് ഇറ്റ് പേഴ്സണലി. ഇപ്പോൾ ഞാൻ ഓക്കെ എന്നെ പറ്റിയാണ് പറഞ്ഞത്, ഞാൻ കൊള്ളാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എന്തോ എനിക്കൊരു പ്രശ്നമുണ്ട്, അവിടെ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെയല്ല, നീ ഹൗ ഡെയർ യു അങ്ങനെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ലെറ്റ് ഹിം, അയാളുടെ ഭാഷ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നീ ഇമോഷണലി അതിന് അങ്ങനെ ആളുകൾ തൊട്ടാവാടിത്തരം പറയുമ്പോഴേക്കും നമ്മൾ വാടി പോകുന്നുണ്ടെങ്കിൽ യു ആർ ഗിവിങ് പവർ ടു ദ അതർ പീപ്പിൾ. നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ മൊത്തം അങ്ങോട്ടേക്ക് കൊടുത്തേക്കാണ്. എന്നിട്ട് നമ്മൾ വൾണറബിൾ ആയിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും വേണം പറഞ്ഞോളൂ. അപ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ബി ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണൽ. ഇപ്പോൾ ആളുകൾ അവരുടെ വ്യൂ പോയിന്റ്സ് ഇത് എന്തിനും നമ്മൾ പേഴ്സണലായിട്ട് എടുക്കണം അല്ലേ? അവരുടെ വ്യൂ പോയിന്റ് ആണ്. ചിലപ്പോൾ അവരങ്ങനെ ചിന്തിക്കണേ ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു പബ്ലിക് സ്പീക്കിംഗ് വേൾഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഐ ഹാഡ് എ ലോട്ട് ഓഫ് നെഗറ്റീവ് തോട്ട്സ്. മറ്റുള്ള ആളുകൾ എന്നെ പറ്റി എന്ത് ചിന്തിക്കും, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി എന്തുണ്ടാവും. അപ്പോൾ അഥവാ ഒരാളൊന്നോ രണ്ടാൾ കമന്റ് പറഞ്ഞാലും ഞാൻ അതേവരെ എടുത്ത എല്ലാ അച്ചീവ്മെന്റുകളും താന്നു പോവാണ് ഒറ്റ നിമിഷത്തിൽ. അല്ലെങ്കിൽ ഒരാൾ നീ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ ഞാൻ എന്നോട് സംസാരിക്കുന്ന ഭാഷയിൽ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ ഓക്കെ നീ പറഞ്ഞത് അവിടെ തീർന്നു. നമുക്കൊരു ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് ഒരു അങ്ങനെ കോൺവെർസേഷൻ നമുക്ക് കാണാൻ പറ്റണം എന്നാ പറയണത്. പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ് സച്ചിൻ പറഞ്ഞൊരു കാര്യം. സച്ചിൻ ക്രിക്കറ്റ് കളിക്കുന്ന ലെജൻഡ്. ഇപ്പം നമുക്ക് ഒരു 2 years നല്ല ഫോമിൽ നന്നായിട്ട് റൺസൊക്കെ ഉണ്ടാക്കി ഇരുന്നാലും പക്ഷെ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം ഫോം ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വന്ന് ചീത്ത പറയും. അപ്പം നമ്മളത് പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ പിന്നത്തെ വർഷങ്ങളും പോക്കാണ്. അപ്പം നമ്മളത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഇറ്റ്സ് ജസ്റ്റ് ദം എക്സ്പ്രസിങ്. നമുക്കറിയാം എന്താ സംഭവിച്ചേക്കുന്നത്. ദർ ഇസ് എ റീസൺ വൈ യു ആർ നോട്ട് പ്ലേയിങ് പ്രോപ്പർലി. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. അപ്പോൾ നമ്മൾ ദേ ആർ ജസ്റ്റ് എക്സ്പ്രസിങ് ദെയർ വ്യൂ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ തിയറി ഉണ്ടല്ലോ, അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നമ്മൾ ആ ഒരു ബി ഇംപെക്കബിൾ എന്ന് പറയുമ്പോൾ ലിജിൻ ഇപ്പം ഞാൻ എൻ്റെ വേർഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് നെഗറ്റീവ് പറയണത്. ഈ നമ്മൾ രണ്ടാമത്തെ തിയറി അവിടെ അപ്ലൈ ചെയ്താൽ മതി. അയാൾക്ക് അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ പുറത്തേക്ക് അങ്ങനെ വരുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, അബൌട്ട് ദം അതർ പേഴ്സൺ. ഇപ്പൊ അവന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് അവന്റെ പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ ഇറ്റ്സ് നോട്ട് എവറിത്തിങ് അബൌട്ട് യു. ആ ഒരു തോട്ട് നമുക്കുണ്ടെങ്കിൽ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് ദാറ്റ് പേഴ്സണൽ ഫ്രീഡം എന്നാ പറയണത്. ഈ ഒരു അഭിപ്രായം പറിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആളുകൾ വന്നിട്ട് റാൻഡമായിട്ട് നിങ്ങൾ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ ഡിപ്രസൈഡ് ഉണ്ടല്ലോ, ദാറ്റ്സ് മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് അബൌട്ട് യു അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഓക്കെ അവൻ ഇതായിരുന്നു ഇതുകൊണ്ടാണ് പറയുന്നത്, അവൻ ശരിയല്ല എന്നുള്ളത് നമ്മൾ യു മേക്ക് ജഡ്ജ്മെന്റ്. നമ്മൾ ബാക്ക് സ്റ്റോറിയോ ഫ്രണ്ട് സ്റ്റോറിയോ നമ്മൾ വായിക്കുന്നു, നമ്മൾ ചോദിക്കുന്നതില്ല. ജഡ്ജ്മെന്റ് ഒരു പ്രോബ്ലം ആണ്. അത് മറ്റൊരാൾ നമ്മളെക്കുറിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഹേർട്ട് ആവും. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചെയ്താലും ഒരു പ്രശ്നമാണ്. അതും ഈ എഗ്രിമെന്റിന്റെ ഒരു പാർട്ടാണ്. തേർഡ് എഗ്രിമെന്റ് ആയിട്ട് വരുന്നത് അതാണല്ലേ? അതെ, തേർഡ് എഗ്രിമെന്റിലേക്ക് വരുന്നേക്കാൾ മുമ്പ് നമ്മളത് പറഞ്ഞ പോലെ മറ്റുള്ള ഒരാൾ കമന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പേഴ്സണലി എടുക്കേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇഫ് യു റിയലി വാണ്ട് ടു അച്ചീവ് ദ കംപ്ലീറ്റ് പേഴ്സണൽ ഫ്രീഡം, നെഗറ്റീവിന് മാത്രമല്ല പോസിറ്റീവിനും അതെ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സെയിം ട്രാപ്പാണ്. അതായത് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ പോലും പ്രൈസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിലും ബി മൈൻഡ്ഫുൾ. കാരണം അത് ഒരു സെയിം ട്രാപ്പാണെന്ന് പറയുന്നത്. ഓൺ ബോത്ത് വേയിൽ യു ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. നമ്മൾ വെരി എക്സ്റ്റേണൽ വാലിഡേഷൻ മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് യു ക്യാൻ നെവർ ബി ഇൻ വൺ സ്പോട്ട് ഫോർ എവർ. അപ്പോൾ അത് വൺ സ്റ്റേജിൽ നമ്മൾ അതിന്റെ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ ബി യുവർ സെൽഫ് എന്ന് പറയില്ലേ, അതാണ് അതിന്റെ ഒരു കോർ. ഇപ്പോൾ ലിജിൻ പറഞ്ഞ തേർഡ് പോയിന്റിലേക്ക് വരുമ്പോൾ ആളുകൾ
ആർ മേക്കിംഗ് അസംഷൻസ് ദാറ്റ് അത് നമ്മുടെ ലൈഫിനെ ഒത്തിരി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം. യു ആർ മേക്കിംഗ് സ്റ്റോറീസ്. ഒരു കാര്യത്തെ കാണുമ്പോഴേക്കും അതിനെ പറ്റിയിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കുന്നു. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിലും നമ്മൾ അതിനെപ്പറ്റി സ്റ്റോറി ഉണ്ടാക്കുന്നു നമ്മുടെ ഉള്ളിൽ തന്നെ. അത് ജസ്റ്റ് അസംഷനാണ്. ഇറ്റ് ഡസന്റ് ഹാപ്പൻ. അതിനൊരു ഡാറ്റ ഇല്ല, അല്ലെങ്കിൽ ലൈഫായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കണ സമയത്ത് അതിന് ഒരു എവിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ യു തിങ്ക് അബൌട്ട് വൺ ഇവന്റ് ആൻഡ് യു അടുത്തത് ആ ചിന്തിച്ചേമ്മൽ വെച്ചിട്ടാണ് അടുത്തൊരു ഇവന്റ് ചിന്തിക്കുന്നത്. ഇറ്റ്സ് ഓൾ യുവർ തോട്ട് പ്രോസസ്. ഞാൻ വിളിക്കുന്ന കുതിരപ്പുറത്ത് ഇത് കയറി പിടിച്ച് പ്രോസസ് ചെയ്തിട്ട് നമ്മൾ ആരെങ്കിലും തലയിൽ വേറെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ജെനുവിൻലി ദർ ഈസ് ലൈക്ക് അത്തരം ആളുകളായിട്ട് നമുക്ക് ഹ്യൂമൻ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടായിരിക്കും എന്നാണ് പറയണത്. കാരണം അതേഴ്സ് വിൽ ടേക്ക് എ ഡിസ്റ്റൻസ് ഫ്രം യു. നമുക്ക് നല്ല ആളുകളായിട്ടുള്ള കണക്ഷൻ അവിടെ മിസ്സായി പോകുന്നു. കാരണം ഇഫ് യു ആർ എ പേഴ്സൺ ഹു ക്രിയേറ്റിംഗ് സ്റ്റോറി ബൈ യുവർസെൽഫ്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജഡ്ജ്മെന്റിലാണ് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ഓൾറെഡി യു ഹാവ് മേഡ് എ സ്റ്റോറി. നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും അവരോട് കണക്ട് ചെയ്യുന്നത് അല്ലേ? അതെ. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വി ആർ സ്കെയർഡ് ഓഫ് അൺസർട്ടനിറ്റി. ആർക്കും നമുക്ക് അറിയില്ല അൺസർട്ടനിറ്റിയെ പറ്റി. പക്ഷേ ഇത്തരം ആളുകൾ, അസംഷൻ ഉണ്ടാക്കുന്ന ആളുകൾ അൺസർട്ടനിറ്റിനെ ഡ്രാമയാക്കി മാറ്റും. അപ്പോൾ ഒരു ഡ്രമാറ്റിക് അൺസർട്ടനിറ്റി കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പം നമുക്കൊരു നെക്സ്റ്റ് മൊമെന്റിൽ എന്തുണ്ടാവും എന്നറിയില്ല, നാളെ എന്തുണ്ടാവും എന്നറിയില്ല. പക്ഷേ ലിജിന് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ യു ഹാവ് എ ഡ്രാമ ടു. ആ ലിജിൻ്റെ ആ കുതിരപ്പുറത്ത് ലിജിന് കയറി നടക്കാൻ ഒത്തിരി സ്ഥലം സൗകര്യങ്ങളുള്ള ഏരിയയാണ് അൺസർട്ടനിറ്റി. ഏതെങ്കിലും മനുഷ്യൻ സർട്ടനായിട്ട് ജീവിക്കുന്നുണ്ടോ? ഏതെങ്കിലും മനുഷ്യന് സർട്ടനിറ്റി ഉള്ള എന്തെങ്കിലും കാര്യം, ഒരു കാര്യത്തിലും സർട്ടനിറ്റി ഇല്ല. അപ്പോൾ ഹ്യൂമൻ ലൈഫ് ഇറ്റ്സ് സെൽഫ് ഈസ് അൺസർട്ടൻ. അക്സെപ്റ്റ്. എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മതി. ആ ഒരു തോട്ടിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് നമുക്ക് ഈ ജഡ്ജ്മെന്റ് ഇതെല്ലാം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ യു ആർ ഇൻ യുവർ ഓൺ വേൾഡ്. നമുക്ക് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവരെ പേഴ്സണലായിട്ട് എടുക്കാതെ പറയുന്നത് പേഴ്സണലായിട്ട് എടുക്കുന്നു. സോ യു ആർ വേസ്റ്റിംഗ് യുവർ എനർജി. പക്ഷെ നമുക്ക് ലൈഫിൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവാം. ആ ഒബ്ജക്റ്റീവിൽ നമ്മൾ ഫോക്കസ്ഡ് അല്ലാതെ ആയിത്തീരുന്നു, നമുക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ആയിത്തീരുന്നു. അതും ഇതിൻ്റെ ഒരു ഫോർത്ത് എഗ്രിമെൻ്റ് ആണ്. ട്രൈ ആൻഡ് ഡു യുവർ ബെസ്റ്റ്. അതെ. ആദ്യത്തെ എഗ്രിമെൻറ്റ് നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് വരികയാണെങ്കിൽ, ഇപ്പോൾ ആ ഒരു വേർഡ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റോറീസ് ഉണ്ടാക്കണില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡോണ്ട് മേക്കിംഗ് ആ ഒരു സെക്കൻഡ് തേർഡ് ജഡ്ജ്മെന്റിൽ ചെയ്യണില്ലെങ്കിൽ, ദ ഓൺലി തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് ഡു യുവർ ബെസ്റ്റ്. അല്ലേ? ഹിസ്റ്ററി. അപ്പോൾ അതൊരു പോയിന്റ് ആണ് ബേസിക്കലി. കാരണം നമ്മൾ ഡോണ്ട് എക്സ്പെക്ട് ലോട്ട് ഓഫ് ഫ്രം അതേഴ്സ്. നമുക്ക് ഡു യുവർ ബെസ്റ്റ്, വാട്ട് എവർ യു വാണ്ട് ടു ഡു യുവർ ബെസ്റ്റ്. എനിക്കത് അതിന്റെ ഇപ്പുറത്തായിട്ട് തിരിച്ചിന്തിച്ചാൽ അതല്ലേ, നമ്മൾ ഡു യുവർ ബെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ബാക്കി എല്ലാത്തിനും സമയമുള്ളത്. അതെ അതെ. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പോയിന്റ് വരുന്നത്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഹാവ് ദാറ്റ് അബ്സല്യൂട്ട് പേഴ്സണൽ ഫ്രീഡം, ഡു യുവർ ബെസ്റ്റ്, കമ്മിറ്റ് ടു യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ വാലിഡേഷനോ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനോ ഒന്നും സമയമില്ല. യു ഡോണ്ട് ഹാവ് ടൈം ടു ക്രിയേറ്റ് സ്റ്റോറി. നമ്മൾ യു ഹാവ് ടു ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ് ടു ഡു. അതാണ് ഡു യുവർ ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു സൈക്കിൾ പോലെ യു ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ, ലൈക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ഈ ബുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ശ്യാം പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്യാമിൻ്റെ പേഴ്സണൽ കോച്ച് പറഞ്ഞനുസരിച്ച് ലൈഫിൽ ചേഞ്ചസ് വരുത്തി എന്നുള്ളത്. ഇഫ് യു റിലേറ്റ് ആർ ചേഞ്ചസ് ഈ ഒരു 4 എഗ്രിമെൻറ്റ്സിനോട്, കെൻ യു പോയിന്റ് ഔട്ട് സം തിങ്സ് ദാറ്റ് യു ഹാവ് ചേഞ്ച്ഡ് ഇൻ യുവർ ലൈഫ്? എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ജേണിയിലാണ് ഞാൻ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും. ഐ തിങ്ക് ഐ എം വെൽ അവെയർ ഓഫ് വാട്ട് ഐ ആം ടോക്കിംഗ് ടു മൈ സെൽഫ്. ഇപ്പോൾ എൻ്റെ ഇമോഷൻസിന് എനിക്ക് ഒരു പരിധി വരെ ട്രൈ ടു കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി cannot control all your emotions, but at least you can point out. Okay, ലിജിൻ പറഞ്ഞ ആ ഒരു കുതിര, ഞാൻ എൻ്റെ കുതിരേനെ എടുക്കാൻ പോവാണ്, ഞാൻ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പോവാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം, അക്നോളജ് എനിക്കറിയാം. ഓക്കെ, പിന്നെ ഞാൻ അതിൻ്റെ കുതിരേനെ വിടാൻ വേണമെങ്കിൽ അപ്പോൾ വീണ്ടും ഞാൻ ബാക്ക് ഇൻ ദ സൈക്കിളാണ്. അപ്പോൾ അത് എനിക്കൊരു took a while for me. അത് നമുക്ക് തിരിച്ചറിയാനും നമ്മളെ തന്നെ ട്രാക്ക് ചെയ്യാനും നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ took a while. പക്ഷേ എനിക്കൊരു പരിധി വരെ ഐ നോ വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ് മീ. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ആളുകളിലേക്ക് എന്ത് കൊടുക്കണം എന്നുള്ളതും പകരണം എന്നുള്ളതും എനിക്കറിയാം. എക്സ്റ്റേണൽ ഇവൻസിന് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കാറില്ല എന്നല്ല, എൻ്റെ ഉള്ളിലുള്ളതിനെ മറ്റുള്ള ആളുകൾക്കും സമ്മതിക്കാണ്ടിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക്
ഡോണ്ട് തിങ്ക് ഐ ആം പെർഫെക്റ്റ്, നമ്മൾ ആരും പെർഫെക്റ്റ് ഇല്ല, പക്ഷേ ഐ ആം ഡൂയിങ് മൈ ബെസ്റ്റ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ കുതിരേനെ ഞാൻ വിടാൻ ശ്രമിക്കാറില്ല, ആളുകളെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. ഐ നോ നമുക്ക് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു പ്രോസസ്സ്. ഇപ്പം ഞാൻ ഒരാളെ കാണുമ്പോൾ അയാൾ ഇങ്ങനെ ആവാം തോന്നുമ്പോൾ ഞാൻ തന്നെ എന്നോട് വേണമെങ്കിൽ ചോദിക്കാം, ഡു യു റിയലി നോ അങ്ങനെ ആണോ എന്നുള്ളത്. അല്ല, അപ്പോൾ ലെറ്റ് ഐ ആം ബീങ് വെരി ഓണസ്റ്റ് മൈ സെൽഫ്, അങ്ങനെ ഞാൻ പറയാൻ വേണമെങ്കിൽ. ഞാനത് ചോദിക്കാനുള്ള കാരണം തന്നെയാണല്ലോ, ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചിന്തിക്കാൻ. ഇത് പ്രാക്ടിക്കലായിട്ട് മനുഷ്യൻ ചെയ്ത കാര്യം എഴുതിയേക്കുന്നതാണ് എങ്കിൽ പോലും നമുക്ക് യുവർ ലൈഫ് ഈസ് ലൈക്ക് കുറച്ച് റിലേറ്റബിൾ ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക്. ഇപ്പോൾ ഞാൻ സിമ്പിളി പറയാം, ഇപ്പോൾ ഞാനത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ ട്രെയിൻ ചെയ്യണതാണ് ആളുകൾ എങ്ങനെ ഒരു ക്ലാരിറ്റിയോട് കൂടി ഹൗ ടു ബി ഒത്തൻറ്റിക് ടു യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു വീക്കിൽ നമ്മൾ അതിൽ കൂടെ വെരി ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. ദർ ആർ തിങ്സ് യു ക്യാൻ കൺട്രോൾ, ദർ ആർ തിങ്സ് യു ക്യാൻ നോട്ട് കൺട്രോൾ. പക്ഷേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യണു, ലൈഫിനെ ചേഞ്ച് ചെയ്യണു എന്നുള്ളത് അപ്പോൾ അവരുടെ ഉള്ള റിസൾട്ടും ഫീഡ്ബാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ ജാർഗണും ഇൻറ്റേർണൽ കോൺവെർസേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ആളുകൾക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മളൊരു പേഴ്സണലി നമ്മൾ ആളുകളെ ട്രെയിൻ ചെയ്യുമ്പോൾ അവരുടെ മാറ്റം കൊണ്ട് അറിയാമല്ലോ ദർ ഇസ് സംതിങ് ചേഞ്ചിങ് എന്നുള്ളത്. ഇപ്പോൾ ഈവൻ ഡെയിൻ ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, നമ്മൾ കടന്നു പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകൾ, ഷാമേനും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആളുകളുടെ ലൈഫിലുള്ള വ്യത്യാസമുണ്ട്. അവർക്ക് അറ്റ്ലീസ്റ്റ് ദേ ട്രൈങ് ടു കൺട്രോൾ ദാറ്റ് സെൽഫ് ടോക്ക്. ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോഴായിക്കട്ടെ ആ ഒരു ടേക്കിംഗ് ദ കൺട്രോൾ ഓഫ് ലൈഫ്, ഐ തിങ്ക് അവിടെയാണ് തുടങ്ങുന്നത് തോന്നുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ഫോർ ഓഡിയൻസ്, ഡു യു ഹാവ് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്? ഈ 4 എഗ്രിമെൻറ്റ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അണ്ടർ ദിസ്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല ആളുകൾക്ക് ഇത് എത്ര യൂസ്ഫുൾ ആണ് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്ലൈ ദിസ് ഇൻ യുവർ ലൈഫ് ആൻഡ് സീ ഹൗ യു ഗോ. ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല നിങ്ങളുടെ ബിഹേവിയറുകളോ ചിന്തകളോ ഒന്നും. ജസ്റ്റ് യു ഹാവ് ടു അക്നോളജ് ദം. അതങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണ്ടെങ്കിൽ ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ട സമയമായി. എനിവേ, സോ അപ്പം താങ്ക് യു ഫോർ യുവർ ടൈം. ഒരു വെരി പ്രാക്ടിക്കലായിട്ടുള്ള ബുക്കാണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ ലിങ്ക് ഉണ്ട് എന്നത് ചെയ്യുക. ഇങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് ബുക്ക്. അവർക്കത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു ശ്യാം. താങ്ക് യു, വാസ് റിയലി ഗുഡ്. താങ്ക് യു.